ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം BSc. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫയർമാൻ എക്സാമിന് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 10 മാർക്ക് കറണ്ട് അഫയർ ഉള്ളതുകൊണ്ട് തന്നെ കറണ്ട് അഫയറിൻ്റെ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഫയർമാൻ ഡ്രൈവറിന്റെ എക്സാമിന് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇതിന് മുമ്പ് നടന്ന എക്സാമിലും ബ്രിക്സിന്റെ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കാരണം, 2026 ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ഇന്ത്യയാണ്. ഇന്ത്യ 2026 ഇന്ത്യയിലാണ് ബ്രിക്സ് സമ്മേളനം നടന്നത്. അപ്പോൾ ബ്രിക്സിന്റെ അധ്യക്ഷൻ 2026 ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം ബ്രിക്സിനെ പറ്റി. ഓക്കെ, ബ്രിക്സ് എന്താ? നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബ്രിക്സ്, ഈ 5 വേർഡുകൾ എന്താ? ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അല്ലെ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്, ഈ 5 രാജ്യങ്ങൾ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് എന്ത്? ബ്രിക്സ്. ഇന്ന് ഈ 5 രാജ്യങ്ങൾ മാത്രമാണോ ബ്രിക്സിലെ മെമ്പേഴ്സ്? അല്ല. ബ്രിക്സിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 11 മെമ്പേഴ്സ് ഉണ്ട് നിലവില്. ബ്രിക്സിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ, ചോദിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ട്. ബ്രിക്സിൽ 11 മെമ്പേഴ്സ് ഉണ്ട്. ഈ പേരിൽ 5 പേരേ ഉള്ളൂ എന്ന് വെച്ചിട്ട് 5 മാത്രമാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിരുന്നു ഇവരൊക്കെ. അതിനുശേഷം പിന്നെ ആൾക്കാർ ജോയിൻ ചെയ്തു. ഇപ്പൊ ടോട്ടലി 11 മെമ്പർ ബ്രിക്സിലുണ്ട്. 11 മെമ്പർ. ഓക്കെ, അപ്പോൾ ബ്രിക്സിന്റെ നിലവിലെ അധ്യക്ഷൻ ഞാൻ പറഞ്ഞു. നിലവിലെ അധ്യക്ഷൻ ആരാ? ഇന്ത്യയാണ് ബ്രിക്സിന്റെ നിലവിലെ അധ്യക്ഷൻ. ബ്രിക്സിന്റെ 18ാമത്തെ സമ്മിറ്റ് ആണ് ഇപ്പൊ ഡൽഹിയിൽ നടന്നത്. 18th സമ്മിറ്റ്. ഓക്കെ, 18ാമത്തെ സമ്മിറ്റ് ആണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നത്. 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടി. പ്രസിഡൻസി ഇന്ത്യയാണ് ബ്രിക്സിന്റെ 2026 അധ്യക്ഷ പദവി വഹിച്ചതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് മുന്നേ, ഇന്ത്യ 2026 അതിന് മുന്നേ ആരായിരുന്നു? ബ്രസീലായിരുന്നു 2025. 2025 റിയോ ഡി ജനീറോ ആയിരുന്നു സമ്മിറ്റ് നടന്നത്. അപ്പൊ ഇന്ത്യക്ക് മുന്നേ ബ്രസീലായിരുന്നു. അതിനുശേഷം 2026 ജനുവരി 1 ഇന്ത്യ അധ്യക്ഷനായി. ഓക്കെ, ബ്രിക്സിന്റെ തീം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബ്രിക്സിന്റെ തീം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിരമായ ആഗോള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും. ഇതാണ് ബ്രിക്സിന്റെ 2026 തീം. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ബ്രിക്സിന്റെ തീം ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 4ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് ഇത്. 4ാമത്തെ ബ്രിക്സ് ഉച്ചകോടി 2012, 2016, 2021 ഇന്ത്യ ബ്രിക്സിന്റെ അധ്യക്ഷ പദം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 4ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് ഇത്. ഓക്കെ, ബ്രിക്സിന്റെ മെമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മുഴുവൻ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. ഈ പേരിലുള്ള 5 ആളെ നിങ്ങൾ എന്തായാലും ഓർക്കണം. ആരൊക്കെ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അത് നിങ്ങൾ എന്തായാലും ഓർക്കണം. ബ്രസീൽ, ചൈന, ഇന്ത്യ, റഷ്യ, സൗത്ത് ആഫ്രിക്ക. ഇത് നിങ്ങൾ ഓർക്കുക. ഇത് കൂടാതെ ആരൊക്കെയുണ്ട്? നമ്മുടെ UAE ഉണ്ട്, സൗദി ഉണ്ട്, ഇറാൻ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്. ഓക്കെ, ഇത്രയും പേരുകളോട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്തോനേഷ്യ, ഇറാൻ, ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. കൂടുതൽ ലൈം ലൈറ്റിലുള്ള കൺട്രീസ് അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബ്രിക്സിനെ പറ്റി ക്ലിയർ ആയിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, 2026 52ാമത് G7 ഉച്ചകോടി. G7. ഓക്കെ, ബ്രിക്സ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആഗോള സംഘടനയാണ് ആര്? G7. അപ്പോൾ G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എവിടെയായിരുന്നു? G7 ഉച്ചകോടി ഇപ്പോൾ നടന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതാണ്, ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഗസ്റ്റ് ആയിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിക്സ് ചോദിച്ച സ്ഥിതിക്ക് G7 ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ G7 ഉച്ചകോടി എത്രാമത്തെ ഉച്ചകോടി? 52ാമത്തെ ഉച്ചകോടി. ഓക്കെ, G7 52ാമത്തെ ഉച്ചകോടി ഫ്രാൻസിൽ വെച്ചാണ് നടന്നത്. ഫ്രാൻസിൽ വെച്ച്. ഓക്കെ, താഴെ പറയുന്നവയിൽ G7 കൂട്ടായ്മയിൽ അംഗമല്ലാത്ത രാജ്യം, G7 അംഗമല്ലാത്ത രാജ്യം ഏതാ? ഈ കൂട്ടത്തിൽ ഏതാ? ഉത്തരം ഇന്ത്യയാണ്. ഇന്ത്യ G7 അംഗമാണോ? അല്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന സമ്മിറ്റിലും ഇന്ത്യ പങ്കെടുത്തു. എങ്ങനെ? ഇന്ത്യ ഒരു ഗസ്റ്റ് ആയിട്ടാണ് പങ്കെടുത്തത്. ഇന്ത്യ G7 മെമ്പർ അല്ല. G7 ഒരു എലൈറ്റ് 7 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇന്ത്യ G7 മെമ്പർ അല്ല എന്ന് കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ, അപ്പൊ G7 പറ്റി നമുക്കൊന്ന് നോക്കാം. G7 ഞാൻ പറഞ്ഞു 52nd സമ്മിറ്റ് ആണ് ഇപ്പൊ നടന്നത്. 52nd G7 സമ്മിറ്റ് ആണ് നടന്നത്. എവിടെ? എവിയൻ ലെസ് ബീൻസ്, ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ എവിയൻ, ഈ പേരും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. എവിയൻ, ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഈ സ്ഥലത്തിന്റെ പേരും ഓപ്ഷനിൽ കാണാം. ഫ്രാൻസിലാണ് നടന്നതെന്ന് ഓർക്കുക.
ആരുടെ പ്രസിഡൻസി ആയിരിക്കും? ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരിക്കും ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആരാ ഫ്രഞ്ച് പ്രസിഡന്റ്? ഇമ്മാനുവൽ മക്രോൺ ആണ്. ഇമ്മാനുവൽ മക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ്. ഓക്കെ. G7 തീം എന്ന് പറയുന്നത് പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കുകയും അന്താരാഷ്ട്ര ഐക്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക തീം. ഒന്ന് വായിച്ചങ്ങ് നോക്കിയേക്കാം, അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ G7 എന്താ? ഗ്രൂപ്പ് ഓഫ് 7 ആണ്. 7 മെമ്പേഴ്സ് ആണ് G7. ആരൊക്കെയാ? കാനഡയുണ്ട്, US ഉണ്ട്. ഓക്കെ, പിന്നെ യൂറോപ്പിന്റെ ഭാഗത്തുനിന്ന് ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, UK ഉണ്ട്. ഓക്കെ, പിന്നെ ആരുണ്ട്? ഇതൊന്നും കൂടാതെ ജപ്പാനും കൂടിയുണ്ട്. ജപ്പാൻ. ഇങ്ങനെ ഒരു 7 സമ്പന്ന രാജ്യങ്ങൾ, 7 എലൈറ്റ് കൺട്രീസിന്റെ ഒരു ഗ്രൂപ്പിംഗ് ആണ് എന്ത്? G7 മെമ്പേഴ്സ്. G7 കൗണ്ടർ ചെയ്യാനാണ് മെയിൻ ആയിട്ട് എന്ത്? ബ്രിക്സ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ബ്രിക്സ് പഠിക്കുമ്പോൾ തന്നെ G7 കൂടി ഒന്ന് പഠിച്ചേക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സമ്മിറ്റ് നടന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തത് കൊണ്ടും G7 എന്താ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് എങ്ങനെ ചെയ്തു? ഇൻവൈറ്റഡ് ആസ് ഗസ്റ്റ് കൺട്രി. ഓക്കെ, ഗസ്റ്റ് ആയിട്ട് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? G7 പറ്റി ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പത്മ അവാർഡ്സ് രാഷ്ട്രപതി കൊടുത്തതിന്റെ ഒരുപാട് ഫോട്ടോസ്, നമ്മൾ മമ്മൂട്ടീന്റെ ഒക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, മോദിയുടെ കൂടെയും അല്ലെങ്കിൽ അവാർഡ് വാങ്ങുന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പത്മ അവാർഡ്സ് PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഇത്ര കുറച്ച് പേരുകൾ നിങ്ങൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കാം. ഇപ്പോൾ 2026 പത്മ അവാർഡ്സ്, ഇതിൽ 5 പേർക്കാണ് എന്ത്? പത്മവിഭൂഷൺ കൊടുത്തത്. പത്മവിഭൂഷൺ കൊടുത്തത് 5 പേർക്കാന്ന് ഓർക്കുക. പത്മവിഭൂഷൺ 5 പേർക്കാ കൊടുത്തത്. അതിൽ 2 പേരെന്താ? മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തത്. ഒന്നാരാ? VS അച്യുതാനന്ദൻ. ഓക്കെ, ഒന്ന് VS അച്യുതാനന്ദനാണ്. പിന്നെന്താ? ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. ഓക്കെ, ഈ 2 പേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തതെന്ന് ഓർക്കുക. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ എന്താ? ആർട്ടിന്റെ ഫീൽഡിലാണ് കൊടുത്തിരിക്കുന്നത്, മഹാരാഷ്ട്രക്കാരനാണെന്ന് ഓർക്കുക. അച്യുതാനന്ദന് പബ്ലിക് അഫയേഴ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അച്യുതാനന്ദന് എല്ലാം രണ്ടും മരണാനന്തര ബഹുമതിയാണ്. അപ്പൊ അച്യുതാനന്ദൻ കൂടാതെ കേരളത്തിന് 2 പേർക്ക് കൂടി എന്ത്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാ? KT തോമസ്. ഇതാണ് KT തോമസ്. KT തോമസിന് പബ്ലിക് അഫയേഴ്സിനാണ്, കേരളക്കാരനാണ്. ഓക്കെ, KT തോമസിനും PS അച്യുതാനന്ദനും കൂടാതെ ഒരാൾ കൂടിയുണ്ട്. ആരാ? ശ്രീ P നാരായണൻ. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് P നാരായണൻ കിട്ടിയിരുന്നത്. ഇദ്ദേഹമാണ് P നാരായണൻ. അപ്പോൾ കേരളത്തിന് 3 പേർക്ക് പത്മവിഭൂഷൺ നൽകിയിട്ടുണ്ടെന്ന് ഓർക്കുക. VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. ഓക്കെ, 2 പേർക്ക്, മൊത്തത്തിൽ 5 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. പിന്നെ ബാക്കിയുള്ള ഒരാളാരാ? N രാജം. ഇതൊന്ന് ഓർത്തേക്കുക. ഫീൽഡ് ആർട്ടാണ്, ഉത്തർപ്രദേശുകാരനാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? 5 പേരേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അച്യുതാനന്ദനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് 5 പേരൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി പത്മഭൂഷൺ എത്ര പേർക്ക് കൊടുത്തു? 13 പേർക്കാണ് ഇപ്രാവശ്യം പത്മഭൂഷൺ കൊടുത്തത്. 13 പേർക്കാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആരാ? നമ്മുടെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക്. ഇതുകൂടാതെ കേരളത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ കൂടി കിട്ടിയിട്ടുണ്ട്. ആരാ? വെള്ളാപ്പള്ളി നടേശൻ. ഓക്കെ, വെള്ളാപ്പള്ളി നടേശനും ഇപ്രാവശ്യം പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പബ്ലിക് അഫയേഴ്സിനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം കേരളത്തിൽ 2 പേരാണ് പത്മഭൂഷൺ കിട്ടിയത്, മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. ഓക്കെ, അടുത്ത ചോദ്യം. ഗംഗ എക്സ്പ്രസ് വേ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗ എക്സ്പ്രസ് വേ ഇത് റീസെന്റ് ആയിട്ട് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തൊരു എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്? ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. ഗംഗ എക്സ്പ്രസ് വേ, അത് ഗംഗ ഒഴുകുന്ന മെയിൻ ഏരിയ നിങ്ങളൊന്ന് ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ സംസ്ഥാനം കണ്ടെടുക്കാൻ പറ്റും. ഗംഗ എക്സ്പ്രസ് വേ പൂർണ്ണമായും ഒരു പുതിയ പാതയായിട്ട്, അതായത് ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ആണ് ഇത്. പൂർണ്ണമായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ച ഒരു പാതയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേ ആണ് എന്ത്? ഗംഗ എക്സ്പ്രസ് വേ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ അല്ല, അതേതാ? മുംബൈ ഡൽഹിയാണ്. പക്ഷെ ഇത് പുതിയതായി നിർമ്മിച്ച, അതായത് ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആണ് ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താ? കറന്റ് ഗംഗ എക്സ്പ്രസ് വേ ആണ്. ഗംഗ എക്സ്പ്രസ് വേ നീളം ഏകദേശം 594 കിലോമീറ്റർ നീളമുണ്ട്. വളരെ വലുതാണ്. 594 കിലോമീറ്റർ നീളമുള്ള 6 ലൈൻ എക്സ്പ്രസ് വേ ആണിത്. ഇപ്പോൾ 2021 ഡിസംബർ 18 ഇതിന്റെ നിർമ്മാണം തുടക്കം കുറിച്ചത്. 2021 ഡിസംബർ 18 തുടങ്ങി.
ഇപ്പോൾ 5 വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഈ 594 കിലോമീറ്റർ സ്ട്രെച്ചിൻ്റെയും പണി കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആയിട്ട് മാറി. ഇതും റീസെൻ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്, അതുകൊണ്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2026 വിന്റർ ഒളിമ്പിക്സ്, 2026 വിന്റർ ഒളിമ്പിക്സ് എവിടെയാ? ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ മിലാനോ കോർട്ടിന. മിലാനോ കോർട്ടിന ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2026 വിന്റർ ഒളിമ്പിക്സ് ആണ്. 2026. ഓക്കെ, ഇത് എത്രാമത്തെ വിന്റർ ഒളിമ്പിക്സാ? 25ാമത്തെ വിന്റർ ഒളിമ്പിക്സ് ആണ്. 25ാമത്തെ വിന്റർ ഒളിമ്പിക്സ് ആണ് നടന്നത്. ആതിഥേയ രാജ്യം ഇറ്റലിയാണ്. ഇറ്റലിയിലാണ് ഇപ്രാവശ്യം വിന്റർ ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയിലാണ്. പിന്നെ അടുത്ത എപ്പോഴാണ്? 2030. അതും എവിടെയാണെന്ന് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫ്രാൻസിലാണ്. ഫ്രാൻസ് 2030 ഇനി നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സ് ഫ്രാൻസിലാണ്. അതേപോലെ 2028 സമ്മർ ഒളിമ്പിക്സ്, 2024 സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ 28 സമ്മർ ഒളിമ്പിക്സ് എവിടെയാ? USA നടക്കാൻ പോകുന്നത്. USA 2028 സമ്മർ ഒളിമ്പിക്സ് USA-ലുമാണ്. 2030 വിന്റർ ഒളിമ്പിക്സ് ഫ്രാൻസിലുമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പോൾ 2026 25ാമത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത് ഇറ്റലിയിലാണ്. പേരും കൂടി ഓർത്ത് വെച്ചേക്കുക. സ്ഥലം മിലാനോ കോർട്ടിന. ഇങ്ങനെ 2 സ്ഥലങ്ങളായിട്ടാണ് നടന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ മിലാനോ കോർട്ടിനാന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പേരും കൂടി ഓർക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് ഓസ്കാർ. ഓസ്കാറും PSCക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗമാണ്. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും മികച്ച ചിത്രം, ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് 2026 ഏതിനാ? ബി ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 2026 ബെസ്റ്റ് പിക്ചറായിട്ട് ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. പോൾ തോമസ് ആൻഡേഴ്സൺ സംവിധായകനെയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പോൾ തോമസ് ആൻഡേഴ്സൺ. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അതേപോലെ മികച്ച നടനെയും നടീനെയും കൂടി നിങ്ങളൊന്ന് ഓർക്കുക. മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ ആണ്. മൈക്കിൾ ബി ജോർദാൻ. സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ അല്ല, ഏതാ? സിന്നേഴ്സ് ആണ്. സിന്നേഴ്സ് നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. സിന്നേഴ്സ് എന്ന മൂവിയിലെ നടനാണ് മൈക്കിൾ ബി ജോർദാൻ. അദ്ദേഹത്തിനാണ് മികച്ച നടന്റെ അവാർഡ് കിട്ടിയത്. അതേപോലെ മികച്ച നടി ജെസ്സി ബക്ലി. മികച്ച നടി ജെസ്സി ബക്ലി. പിക്ചർ ഹാംനെറ്റ് ആണ്. ഹാംനെറ്റ്. ഓക്കെ, ഇത്ര കാര്യങ്ങളെങ്കിലും ഓസ്കാറിനെ പറ്റി നിങ്ങളൊന്ന് ഓർക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, മറ്റൊരു ചോദ്യം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓക്കെ, 2025 ഡിസംബറിൽ നടന്ന നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? എ ആണ്. ദിയ ബിനു പുളിക്കക്കണ്ടം. നിങ്ങൾ എല്ലാവരും ആ സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഇവരുടെ അങ്കിളും അച്ഛനും ഇവരൊക്കെ ഒന്നിച്ചാണ് മത്സരിച്ച 3 പേര് ഒരു കുടുംബത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇവർക്ക് ഈ ദിയ ബിനു പുളിക്കണ്ടത്തിന് 21 വയസ്സേ ഉള്ളൂ. 21 ഇയേഴ്സേ ഉള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടമാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറെ ഇലക്ഷൻ നടന്നതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇലക്ഷൻ കമ്മീഷനെ പറ്റി, റീസെന്റ് ആയിട്ടുള്ള ഇലക്ഷന്റെ വിജയികളെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് നോക്കണം ക്ലിയർ ആയിട്ട്. ഒരു ചോദ്യം കൂടി നോക്കാം. എന്തായാലും ഇലക്ഷനെ പറ്റി ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് റീസെന്റ് ആയിട്ട് ഒരു ചോദ്യം കൂടി ആഡ് ചെയ്തതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല തെരഞ്ഞെടുത്ത് എഴുതുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ചോദിച്ചിരിക്കുന്നത്. എന്താ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല? ലോക്സഭാ ഇലക്ഷൻ, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ആരാ നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല, ഇതൊക്കെ തെറ്റാണ്. എന്താ ശരി? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ബാക്കിയെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഡി ആണ്. ഡി. പഞ്ചായത്ത് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിലുള്ളൂ, അല്ലെ കമ്മീഷൻ നടത്തുന്നുള്ളൂ. ബാക്കിയെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പോൾ റീസെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ പുതിയ ഗവൺമെന്റ് ഒക്കെ അധികാരത്തിൽ വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പുതിയ ചീഫ് മിനിസ്റ്റർ VD സതീശനാണ് ചീഫ് മിനിസ്റ്റർ. ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, ഫിനാൻസും ആരുടെയാണ്? VD സതീശന്റെ ഇതിലാണ്. ഫിനാൻസ് VD സതീശന്റെയാണ്. ഫിനാൻസ്, പോർട്ടൊക്കെ VD സതീശന്റെ അണ്ടറിൽ തന്നെയാണ്, ചീഫ് മിനിസ്റ്ററിന്റെ അണ്ടറിൽ തന്നെയാണ് നോക്കുക. ഓക്കെ,
അപ്പോൾ ചീഫ് മിനിസ്റ്റർ പഠിച്ചു. നെക്സ്റ്റ് ആരാ ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ ആരാ? രമേശ് ചെന്നിത്തലയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഹോം മിനിസ്റ്റർ. ഹോം, വിജിലൻസ്, അതേപോലെ തന്നെ പ്രിസൺ, കൊയർ, ഇതൊക്കെ ആരുടെയാണ്? രമേശ് ചെന്നിത്തലയുടെ അണ്ടറിലാണ്. രമേശ് ചെന്നിത്തല, ശ്രീ രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്റർ. ഓക്കെ. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ടാവും, രാത്രി കറണ്ട് പോകുമ്പോഴൊക്കെ ഓർക്കുന്നുണ്ടാവും, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പുതിയത് ആരാ? സണ്ണി ജോസഫ്. ശ്രീ സണ്ണി ജോസഫ്. KPCC അധ്യക്ഷനായ ആളാണ് ശ്രീ സണ്ണി ജോസഫ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ. പിന്നെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഹെൽത്ത്. ഹെൽത്ത് മിനിസ്റ്റർ ആരാ? മുരളീധരനാണ്. ശ്രീ K മുരളീധരനാണ് ഹെൽത്ത് മിനിസ്റ്റർ. അതേപോലെ എക്സൈസ് മിനിസ്റ്ററിനെയും കൂടി ഒന്ന് പഠിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുന്നതുകൊണ്ട് എക്സൈസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീ M ലിജു. M ലിജു ആണ് എക്സൈസ് മിനിസ്റ്റർ നോക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, വ്യവസായ വകുപ്പ്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് മിനിസ്റ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മിനിസ്റ്റർ കൂടിയുണ്ട്. അതാരാ? നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടിയാണ് മിനിസ്റ്റർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതേപോലെ വ്യാവസായിക വകുപ്പ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, IT, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയാണ് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർട്ട്ഫോളിയോ മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, മുഴുവനായിട്ട് പഠിക്കാം. ചിലപ്പോൾ ഏത് പോർട്ട്ഫോളിയോ വേണമെങ്കിലും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആരാ? സിദ്ദിഖാണ്. ടി സിദ്ദിഖ് ആണ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. അതേപോലെ മിനിസ്റ്റർ ഫോർ റോഡ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ പ്രിയദർശിനി സ്കീമൊക്കെ വന്നുകൊണ്ട് നമ്മൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് മിനിസ്റ്റർ ഫോർ റോഡ് ട്രാൻസ്പോർട്ട് ആരാ? CP ജോൺ ആണ്. CP ജോൺ. ഓക്കെ, ശ്രീ CP ജോൺ ആണ് മിനിസ്റ്റർ ഫോർ റോഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇത്രയും പോർട്ട്ഫോളിയോ എങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അതേപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല ഇലക്ഷൻ നടന്നത്. എവിടെയൊക്കെ നടന്നു? വേറെയും കുറേ സംസ്ഥാനങ്ങൾ നടന്നു. അവിടെയൊക്കെ പുതിയ ചീഫ് മിനിസ്റ്റർമാർ വന്നു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ചീഫ് മിനിസ്റ്റർമാർ തന്നെ വീണ്ടും റീഎലക്ട് ചെയ്യപ്പെട്ടു. അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അസ്സാമിൽ ആരായിരുന്നു? ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ ആയിരുന്നു. അദ്ദേഹം തന്നെ വീണ്ടും ജയിച്ചു. അസ്സാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ. അതേപോലെ കർണാടകത്തിൽ ഇലക്ഷൻ നടന്നിട്ടില്ല, പക്ഷെ അവിടുത്തെ ചീഫ് മിനിസ്റ്ററിൽ ഒരു മാറ്റം വന്നു. ആരായി? DK ശിവകുമാറായി മാറി. DK ശിവകുമാറാണ് ഇപ്പോൾ കർണാടക ചീഫ് മിനിസ്റ്റർ. ഓക്കെ, DK ശിവകുമാർ. നെക്സ്റ്റ് പുതുച്ചേരി, ഇതും N രംഗസ്വാമിയാണ്. രംഗസ്വാമി തന്നെയായിരുന്നു. അദ്ദേഹം വീണ്ടും റീഎലക്ട് ചെയ്യപ്പെട്ടു. പുതുച്ചേരി. പിന്നെ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിജയ്. തമിഴ്നാട്ടിൽ ശ്രീ ജോസഫ് വിജയ് ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഒരു വലിയ അധികാര മാറ്റം ഉണ്ടായ സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. മമതാ ബാനർജി മാറി. ആര് വന്നു? BJPയുടെ സുവേന്ദു അധികാരി. ഓക്കെ. ഇത്രയും ചീഫ് മിനിസ്റ്റർമാരുടെ പേര് കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഇലക്ഷനിൽ വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. പിന്നെ കുറച്ച് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് കൂടി പഠിക്കണം. ഇത് PSC എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്, മാറ്റി. അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നീതി ആയോഗ്. എക്കണോമിയുടെ ഭാഗത്ത് നീതി ആയോഗ് എപ്പോഴും ചോദ്യം ഉണ്ടാവും. ഞാൻ എക്കണോമിയുടെ ക്ലാസ്സിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നീതി ആയോഗിന്റെ CEO ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മാറി. ആരാ? നിധി ചിബ്ബർ ആണ്. നീതി ആയോഗിന്റെ CEO നിധി ചിബ്ബർ. നീതി ആയോഗിന്റെ CEO നിധി ചിബ്ബർ ആണെന്ന് ഓർക്കുക. ഇതിന് മുമ്പ് ആരായിരുന്നു? BVR സുബ്രഹ്മണ്യം ആയിരുന്നു. അദ്ദേഹം കാലാവധി കഴിഞ്ഞ് മാറി. ഇപ്പോൾ നിലവിൽ നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ CEO. നെക്സ്റ്റ് CEOനെ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ എന്ത് പഠിക്കുക? വൈസ് ചെയർപേഴ്സണെ കൂടി പഠിക്കുക. വൈസ് ചെയർപേഴ്സൺ, നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാ? അതെപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ്. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. വൈസ് ചെയർപേഴ്സന്റെ പേരൊന്ന് പഠിച്ചേക്കുക. അശോക് കുമാർ ലഹിരിയാണ് വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ CEOനെയും വൈസ് ചെയർപേഴ്സണെയും ഒന്ന് ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. അശോക് കുമാർ ലഹിരി വൈസ് ചെയർപേഴ്സണും CEO നിധി ചിബ്ബറുമായിരുന്നു. ഓക്കെ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആളാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. ആരാ? ശ്രീ രാജ്കുമാർ ഗോയലാണ്. രാജ്കുമാർ ഗോയൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി വന്നു. ശ്രീ രാജ്കുമാർ ഗോയൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. പിന്നെ ഒരാളായിരുന്നു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഓക്കെ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഓക്കെ, ആരായിരുന്നു? NS രാജസുബ്രമണി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. NS രാജസുബ്രമണി. നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതൊന്ന് ബൈഹാർട്ട് പഠിച്ചേക്കുക, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. സൂര്യകാന്ത്.
53-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. 53-ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഈ 53 ഞാൻ എടുത്തു പറയാൻ കാരണം നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ 52-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാ എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ആളാന്ന് വിചാരിച്ച് എഴുതും. അതുകൊണ്ട് ആ നമ്പർ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 53-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇതിനു മുമ്പ് ആരായിരുന്നു? 52 ആരായിരുന്നു? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, BR ഗവായി ആയിരുന്നു ഇതിനു മുമ്പ് 52-ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അത് BR ഗവായി ആയിരുന്നു. 53-ാമത്തെയാണ് ആര്? സൂര്യകാന്ത്. അതേപോലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? ജസ്റ്റിസ് സുമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോടതി, സുമൻ സെൻ. അതേപോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആര് മാറി? AG മാറി, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള മാറി. ആരായിരുന്നു? ജജു ബാബു ആണ്. ജജു ബാബു, പുതിയ അഡ്വക്കേറ്റ് ജനറൽ ഫോർ കേരള, ജജു ബാബു. ഓക്കെ, ഇത്രയും അപ്പോയിന്റ്മെന്റ്സ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചേക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും റീസെന്റ് ആയിട്ടുള്ള കേരള ബജറ്റ്, പുതിയ ഗവൺമെന്റ് വന്ന് പുതിയ നയം പ്രഖ്യാപിച്ചതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് റീസെന്റ് കേരള ബജറ്റ്. ഓക്കെ, അപ്പൊ ഇത് അവതരിപ്പിച്ചത് ആരാ? ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ധനമന്ത്രിയും. VD സതീശനാണ് ഇപ്രാവശ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. VD സതീശൻ അവതരിപ്പിച്ച ഡേറ്റ് ജൂൺ 19-നാണ്. 2026 ജൂൺ 19-നാണ് നമ്മുടെ കേരള ബജറ്റ്, റീസെന്റ് പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചത് ജൂൺ 19-നാണ്. ഇതിന്റെ പ്രമേയം പുതുയുഗ കേരളം. ഓക്കെ, പുതുയുഗ കേരളം എന്ന പ്രമേയത്തിൽ ഊന്നിയാണ് ഈ ബജറ്റ് കൊണ്ടുവന്നത്. ബജറ്റിന്റെ ഒരു ദർശനം അല്ലെങ്കിൽ ബജറ്റ് കൺവേ ചെയ്യുന്ന എന്താണ്? ഗുഡ് ഗവേണൻസ് വിത്ത് എമ്പതി ആണ്. ഗുഡ് ഗവേണൻസ് വിത്ത് എമ്പതി, ഇതാണ് ബജറ്റിന്റെ ഒരു ദർശനം എന്ന് പറയുന്നത്. കാരുണ്യപൂർവ്വമുള്ള സദ്ഭരണം, ഗുഡ് ഗവേണൻസ് വിത്ത് എമ്പതി. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് ഓർക്കുക. പ്രമേയം, അതിന്റെ ദർശനം ഒക്കെ ഒന്ന് ഓർക്കുക. അവതരിപ്പിച്ചത് VD സതീശനാണ്. അപ്പൊ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാന പദ്ധതികൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ പദ്ധതി. 25 ലക്ഷം കവർ, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹൗസ് ഹോൾഡ്സിനും 25 ലക്ഷത്തിന്റെ കവർ കിട്ടുന്ന ഒരു പദ്ധതി ഇതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആദ്യപടിയായിട്ട് 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ പദ്ധതി 25 ലക്ഷം കവറാണ് ഫോർ എവരി ഹൗസ് ഹോൾഡ് ഇൻ കേരള. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഒരു ഇമ്പോർട്ടന്റ് പദ്ധതിയാണ്. പിന്നെ എന്ത് ചെയ്തു? റബ്ബറിന്റെ തറവില 250 രൂപയായിട്ട് ഈ ബജറ്റിൽ ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും KSRTC സൗജന്യ യാത്ര, പ്രിയദർശിനി സ്കീം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മറ്റൊരു ഇമ്പോർട്ടന്റ് വളരെ വലിയൊരു പ്രഖ്യാപനമാണ് മിഷൻ സമുദ്ര. മിഷൻ സമുദ്ര എന്താ? കേരളത്തിന്റെ തീരപ്രദേശങ്ങളെയും ഉൾനാടൻ ജലഗതാഗതത്തെയും റോഡ് റെയിൽ പാതകളുമായി ബന്ധിപ്പിച്ച് ചരക്ക് നീക്കം എളുപ്പമാക്കുക. അതായത് റോഡിലെ തിരക്ക് കുറച്ച് റോഡ് റെയിൽ ജലഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് വളരെ വലിയൊരു കോസ്റ്റ് ലൈൻ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ പോർട്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അംബീഷ്യസ് പ്രൊജക്റ്റ് ആണ് എന്ത്? മിഷൻ സമുദ്ര. മിഷൻ സമുദ്ര. ഓക്കെ, പിന്നെ സംസ്ഥാനത്തിന്റെ കടബാധ്യത കൂടുതലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കടബാധ്യത കുറയ്ക്കാൻ റവന്യൂ കമ്മി GSDPയുടെ 2.2% താഴ്ത്താനും ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ബജറ്റിൽ പറയുന്നുണ്ട്, ലക്ഷ്യം വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പ്രഖ്യാപനമായിരുന്നു ഫിലിം സിറ്റി. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി എവിടെ സ്ഥാപിക്കും? കൊച്ചിയിൽ സ്ഥാപിക്കുന്നതാണ് റീസെന്റ് ബജറ്റിൽ അറിയിച്ചത്. കൊച്ചിയിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, ഇതിനുവേണ്ടി 100 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ബജറ്റ് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നോക്കുക. കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ റെസീപ്റ്റ്, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ഒന്ന് ഓർക്കുക. കേരളത്തിന്റെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്. അതായത് 39.18% എന്താ? സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആണ്. സ്റ്റേറ്റിന്റെ സ്വന്തം ടാക്സ് റവന്യൂ ആണ് 39%. ഇതുകൂടാതെ അതിന്റെ തൊട്ട് പുറകിൽ ആരുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് 28.6%. അപ്പൊ ഏറ്റവും വലിയ വരുമാന സ്രോതസ് സ്റ്റേറ്റ് ഓൺ റവന്യൂ ആണെന്ന് ഓർക്കുക. സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. ഓക്കെ, ഏറ്റവും കുറവ് ഏതാ? സ്റ്റേറ്റ് ഓൺ നോൺ ടാക്സ് റവന്യൂ ആണെന്ന് കൂടി ഓർത്തേക്കുക, 8%. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ കേരളത്തിന്റെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ചെലവുകൾ, കേരളത്തിന്റെ ബജറ്റിൽ പറഞ്ഞ 3 ഏറ്റവും വലിയ ചെലവുകൾ ഏതൊക്കെയാ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിത് രാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാർ പറയുന്നപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കേരളത്തിന് ചെലവ് വരുന്ന ഒരു ഭാഗമാണ് സാലറി. 57,000 കോടിയോളം സാലറി കൊടുക്കണം. അതുകൂടാതെ 38,000 കോടിയോളം പെൻഷൻ. ഇതൊന്നും കൂടാതെ നമ്മൾ ഒരുപാട് കടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 34,000 കോടിയോളം ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിനും പോകുന്നുണ്ട്. ഓക്കെ,
ഇതെല്ലാം ചേർത്ത് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 71% കേരളത്തിന് ഇങ്ങനെ ചെലവാകും. ശമ്പളം, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെന്റിന്. ഇതായിരുന്നു നേരത്തെ മറ്റ് പ്രതിപക്ഷത്തിരുന്നവരൊക്കെ ആരോപണമായിട്ട് ഉന്നയിച്ചത്. ആരോപണമല്ല, ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചത്. ഇത്രയും ഭാഗം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? റവന്യൂ ചെലവുകൾക്കായിട്ട് 71% ചെലവഴിക്കുന്നു. അപ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് സ്റ്റേറ്റിന് പണം കുറവായിരിക്കും, ഡെവലപ്മെന്റ്സ് നടത്താൻ പണം കുറയും എന്നൊക്കെ നിങ്ങൾ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും ചെലവ് ശമ്പളം കൊടുക്കാനാണെന്ന് ഓർക്കുക. ശമ്പളം, അത് കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, പലിശ അടവ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള 2026 ലേറ്റസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പദ്ധതികളെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ഒരു പേപ്പറിൽ തന്നെ 2 ചോദ്യമൊക്കെ പദ്ധതികളെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ഈ പദ്ധതികൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സ്നേഹപൂർവ്വം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നേഹപൂർവ്വം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവ്വം. മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായി. ഓക്കെ, അതായത് മാതാപിതാക്കൾ ആരെങ്കിലും ഇല്ലാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സഹായം, അതാണ് എന്ത്? സ്നേഹപൂർവ്വം പദ്ധതി. ഓക്കെ ആണല്ലോ? സ്നേഹപൂർവ്വം പഠിച്ചില്ലേ? നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നവജീവൻ പദ്ധതി. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റാണ് നടപ്പിലാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റാ? തൊഴിലാണ്. ഇതൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. നവജീവൻ തൊഴിൽ വകുപ്പാണ്. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാ? ബി ആണ്, ജീവനിയാണ് ഉത്തരം. ജീവനി. സ്റ്റുഡൻസിന്റെ, കോളേജ് സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് എന്ത്? ജീവനി. ഓക്കെ, മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്. ഓക്കെ, ഇതിലുത്തരം എന്താ? സി ആണ്, താലോലം. താലോലം. അതായത് ഹീമോഫീലിയ, അതുപോലെ സിക്കിൾ സെൽ അനീമിയ ഒക്കെ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. ഓക്കെ, 18 വയസ്സിൽ താഴെയുള്ള ചെറിയ കുട്ടികളാണെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് അവരെ താലോലിക്കാൻ തോന്നും. അങ്ങനെ താലോലം വെച്ച് ലിങ്ക് ചെയ്ത് പഠിക്കുക. താലോലം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി. കണ്ടില്ലേ? സ്നേഹപൂർവ്വം പിന്നെയും ചോദിച്ചിട്ടുണ്ട്. സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്താ? വിഭാവനം ചെയ്തിരിക്കുന്നത് മാതാവ്, പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകാൻ. സ്നേഹപൂർവ്വം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. സ്നേഹപൂർവ്വം പദ്ധതി ഡി ആണ് ഉത്തരം. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പകച്ചു പോയിട്ടുണ്ടാവും. ഇത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും ഓർമ്മ വരില്ല. ഇതിൽ ചോദിച്ചിരിക്കുന്നത് അരിവാൾ രോഗം, അതായത് നമ്മൾ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ്. ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. സമാശ്വാസം പദ്ധതി 4 ആണ്. സമാശ്വാസം പദ്ധതി 4. ഇതിങ്ങനെ 1, 2, 3, 4 ആയിട്ട് ഓരോ രോഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഓവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് 1, 2, 3, 4 പഠിച്ചു കഴിഞ്ഞാലേ ഇതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. സമാശ്വാസം 1 എന്താ? ഡയാലിസിസ് ആണ്. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് മാസം ഒരു 1100 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. സമാശ്വാസം 1 ഡയാലിസിസ് ആണ്. 2 ആണെങ്കിലോ കിഡ്നി, ലിവർ ഇതൊക്കെ മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്ലി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് സമാശ്വാസം 2 എന്ന് പറയുന്നത് കിഡ്നി, ലിവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. 3 ഹീമോഫീലിയ. 3 ഹീമോഫീലിയ ആയിട്ട് ബന്ധപ്പെട്ടതാണ് സമാശ്വാസം 3. 4 ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത് സമാശ്വാസം 4 സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ provides 2000 per month specifically to non-tribal patients suffering from sickle cell disease. കണ്ടില്ലേ? സിക്കിൾ സെൽ 4 ആണ്. സമാശ്വാസം 4 ആണ് സിക്കിൾ സെൽ അനീമിയ. ഇത് 4 ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച സ്ഥിതിക്ക് ഇത് പഠിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം കറണ്ട് അഫെയർ കവർ ചെയ്യുക. 10 മാർക്കിന് കറണ്ട് അഫെയർ ഉള്ളതാണ്. അപ്പോൾ എക്സാമിലേക്ക് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.